ലുലുവില് തകർപ്പൻ സെയിൽ നടക്കുവാണ്. ഏതെടുത്താലും 50% ഓഫ്, 50% വിലക്കുറവാണ്. ഇങ്ങനെ കേട്ടിട്ടായിരിക്കും നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ ഓഫേഴ്സിന് പിന്നാലെ പോകുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ് ടു 50% എന്ന് പറയുമ്പോഴത്തേന് 50% ഇടയിൽ എത്രയും ആവും. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് 2% ആയിരിക്കും ചിലപ്പോൾ വിലക്കുറവ് ഉണ്ടാവുന്നത്. ഇനി ഈ 50% വിലക്കുറവ് ഏതെടുത്താലും ആയിരിക്കത്തില്ല, ഏതെങ്കിലും ബ്രാൻഡിനൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒന്ന് ഓഫർ എന്ന് പറയുമ്പോഴത്തേനും ജസ്റ്റ് പോയി നോക്കാന്ന് പറഞ്ഞ പല ആൾക്കാരും പോയിട്ട് നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കുക. എന്നിട്ട് എത്ര രൂപയാണ് വിലക്കുറവെന്നൊന്നും നമ്മൾ അധികം നോക്കാൻ നിൽക്കത്തില്ല. ഓഫർ എന്നും പറഞ്ഞ് എടുത്തിട്ടിട്ട് ബില്ലടിക്കാൻ ചെല്ലുന്ന നിൽക്കപ്പോഴായിരിക്കും വലിയൊരു എമൗണ്ട് ആവുന്നത്. ഒരുപാട് കാശ് ചെലവാക്കാനുള്ള ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമാവത്തില്ല. പക്ഷെ അല്ലാത്തവർക്ക് ഓഫർ എന്നും പറഞ്ഞ് കണ്ടു ചെന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാം. ഇനി ഇതിൽ പല സാധനങ്ങളും നോർമൽ ഡേയ്സിലും ഓഫേഴ്സിലുള്ളതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പോകാൻ പ്ലാൻ ആക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ള ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പൊയ്ക്കോളൂ. പിന്നെ ഈ തിരക്ക് നിങ്ങൾക്ക് സഹിക്കാനും ഈ ക്യൂ നിൽക്കാനുള്ള ഒരു ക്ഷമ കൂടിയായിട്ട് നിങ്ങൾ പോകണം. അത്രയും തിരക്കാണ്. അങ്ങനെ ഞാനും എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു ബില്ലടിച്ചപ്പോഴാണ് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് എത്ര രൂപ ആയിന്ന്.